ശിവന്റെ രണ്ടാമത്തെ പുത്രനായാണ് സുബ്രഹ്മണ്യനെ ഹിന്ദുപുരാണങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ബ്രാഹ്മണ്യം എന്നത് ശിവനെ കുറിക്കുന്നു. അതിനോട് ശ്രേയസിനെ കുറിക്കുന്ന സു എന്ന ഉപസർഗം ചേർത്ത് സുബ്രഹ്മണ്യം എന്ന പേരുണ്ടായെന്ന് സ്കന്ദപുരാണം പറയുന്നു. വേദഗോബ്രാഹ്മണരുടെ രക്ഷകർത്താവെന്നും ഈ പദത്തിനർത്ഥമുണ്ട്. അസുരരാജാവായ താരകാസുരനെ ജയിക്കാന് ദേവന്മാർക്കാവില്ലായിരുന്നു. ബാല്യത്തിലെ തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മാവിൽ നിന്ന് അസുരരാജാവ് നേടിയ വരമായിരുന്നു അതിനു കാരണം. വരപ്രകാരം താരകാസുരനെ വധിക്കാന് 7 നാൾ മാത്രമുള്ള കുട്ടിയെക്കൊണ്ടേ കഴിയുമായിരുന്നുള്ളൂ. വരസിദ്ധിയാൽ അഹങ്കാരിയായ താരകാസുരനാണ് അന്ന് ത്രിലോകങ്ങളും ഭരിച്ചിരുന്നത്. താരകാസുരനെ വധിക്കാന് ശിവനിൽ ജനിക്കുന്ന കുട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് ദേവന്മാർ മനസ്സിലാക്കുന്നു. എന്നാൽ സതി ആത്മഹത്യ ചെയ്ത വേദനയിൽ എല്ലാം വെടിഞ്ഞ് തപസ്സനുഷ്ഠിക്കുകയായിരുന്നു ഭഗവാൻ. തുടർന്ന് ദേവന്മാരൊരുക്കിയ നാടകമാണ് സതിയുടെ പുനർജന്മമായ പാർവതിയുടെയും ശിവന്റെയും വിവാഹത്തിന് വഴിയൊരുക്കിയത്.